ഈശ്വരാ, ഇനി എവിടെയാ തരേണ്ടത്? അവിടെയൊന്നും ഇല്ല. അവൾ എപ്പോഴും ഒളിച്ചിരിക്കാറുള്ള മുറിയിലും ഇല്ല. ഇനി കിണറ്റിലേ നോക്കാനുള്ളൂ. അതിലേക്ക് നോക്കാൻ എനിക്ക് പേടിയാ. നീ പേടിക്കണ്ട ചന്ദ്രപ്പാ, ആ തല മാത്രം ഒന്ന് മാറ്റി വെച്ചോ. ചന്ദ്രപ്പാ നീ പേടിക്കണ്ട, ഞാൻ പുറത്തുണ്ട്. അരി വെട്ടിയാ സൂക്ഷിച്ചു വെട്ട്, വെട്ടിയാ കൊള്ളില്ല. അവന്റെ തലക്കിട്ട് അങ്ങനെ കൊണ്ട് തല ആഴ്ത്തി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടല്ലേ? പൂട്ട് പൊളിഞ്ഞു, പൂട്ട് പൊളിഞ്ഞു, പൂട്ട് പൊളിഞ്ഞു. തലയുണ്ട്. കിടന്നുറങ്ങണ ഇങ്ങോട്ട് ഇറങ്ങടാ. ചന്ദ്രപ്പൻ എന്തിനാ പെട്ടിയിൽ കയറിയത്? കയറിയതല്ല, ഇതാരോ അവനെ പാഴ്സലാക്കിയതാ. ഒത്തിരി അധ്വാനിച്ച് ഞാൻ വാരിക്കൂട്ടിയ ഉരുപ്പടികളും ആരോ പൊക്കി. നീ എന്താ ആ പെട്ടി കിടക്കുന്നത്? വേറെ പെട്ടിയൊന്നും നിനക്കും ആ പെട്ടിക്ക് നമ്മുടെ പ്രശ്നം. കൊണ്ടുപോയി കുളത്തിലിട്ട് എണ്ണ തേച്ചത് ചവിട്ടി ഉഴി. ഇന്നത്തെ കാര്യം പിന്നെ. വിടവനെ. സത്യം പറഞ്ഞില്ല, എല്ലാവരുടെയും തിരിയിടും ഞാൻ. ഇതെന്റെ രുക്മിണിയുടെ ധാവണിയാ. ഇതെങ്ങനെ ഇവിടെ എത്തി? ഇവൻ എന്റെ കുട്ടി എന്താ ചെയ്തേ? നിനക്കെന്താ ചിന്ന പ്രാന്ത് പിടിച്ചോ? അതെ, എനിക്ക് ഭ്രാന്താ. രുക്മിണിയെ കാണാനില്ല. രാവിലെ മുതൽ ഞാൻ തിരയാ. ഇവിടുന്ന് ഇപ്പൊ അവളുടെ ധാവണി. പറയടാ, ഈ ധാവണി ഇട്ടോണ്ട് നീ കെട്ടാൻ പോകുന്ന ഇന്നലെ ഇവിടെ വന്നിരുന്നോ? അയ്യോ ഇല്ലേ. ഏട്ടൻ എന്താ തലക്ക് ഭ്രാന്ത് പിടിച്ചോ? തുലാം 16 അവൾ ഏതായാലും വരൂലേ? പിന്നെ എന്താ ധാവണി കൊടുത്ത് നേരത്തെ വരുന്നത്? ഒരു ധാവണി ഞാൻ ആദ്യമായിട്ടാ ഇത്ര അടുത്ത് കാണുന്നത്. ഇതാണ് ധാവണി. തുമ്പശ്ശേരി, സ്നേഹം നടിച്ചതും പെണ്ണന്വേഷിച്ചതും ഇത് വാടകയ്ക്കെടുത്തും ഒക്കെ പഴയ കണക്ക് തീർക്കാനായിരുന്നു. തീർക്കടാ, ഈ ചിഹ്നം ചെയ്യാറാ. വേണ്ടടാ, താക്കോലിട്ട് തുറന്ന ഇതിന് താള് കയറിയത്. ഇതിന്റെ താക്കോലാണ് നിന്റെ കയ്യിലുള്ളത്. സത്യം പറ ചിന്ന, ഈ കല്യാണം വേണ്ടെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ വല്ല നല്ല ചിന്തയെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്ക്. കല്യാണം നിശ്ചയിച്ചപ്പെടുന്ന വല്ല ഏടാകൂടവും സംഭവിച്ചാൽ ഒരുത്തനെ ഈ കുറിപ്പ് വെറുതെ വിടില്ല. രുക്മിണി ചന്ദ്രപ്പന്റെ പെണ്ണ. ഏത് ചെകുത്താൻ വിചാരിച്ചാലും അതിന് മാറ്റമില്ല. വേണ്ടെന്ന് നീ പറഞ്ഞാലും വേണമെന്ന് ഞാൻ പറയും. അവൻ അവളെ കിട്ടും. എന്നെ നാറ്റിക്കാൻ ആരെങ്കിലും കൂട്ടുനിന്നാൽ വെട്ടി തുണ്ടം തുണ്ടമാക്കും. എവിടെ അവള് തൂങ്ങിയത്? എന്റെ അമ്മയുടെ നെഞ്ചത്ത്. ശവറക്കാൻ പോലീസ് വരും. ദേ, ഇവിടെ പോണോ? എന്റെ കുട്ടി കൈപിടിഞ്ഞു പോയോ എന്റെ കൃഷ്ണ. എന്താ ഈശ്വരന്മാരുടെ ഗ്രൂപ്പ് ഫോട്ടോ നോക്കി ഈ സമയത്ത് ഒരു പ്രാർത്ഥന? മനസ്സിനൊരു ധൈര്യം കിട്ടാൻ വേണ്ടി. ധൈര്യം കിട്ടാൻ നല്ലൊരു ചായ കുടിച്ചാ പോരെ? രുക്മിണി പറഞ്ഞ ചെറിയമ്മ ചായ തരില്ലേ? രുക്മിണിയല്ല, ചിന്നമ്മണി. നമ്മൾ ഇന്നലെ പത്തായപ്പുരയിലിട്ട ധാവണി തുമ്പശ്ശേരി കുറുപ്പിനല്ല, ചിന്നക്കുറുപ്പിനെ കിട്ടിയത്. മരിച്ചു എന്ന് അവർ ഉറപ്പാക്കി മട്ടില്ല കാര്യങ്ങള്. മരിച്ചിട്ടില്ലാന്നും ജീവനോട് ഇവിടെ ഉണ്ടെന്നും ഞാൻ ആളെ വിട്ട് പറഞ്ഞേക്കട്ടെ. ഈ തൂങ്ങുന്ന സ്വഭാവമുള്ള ആളുകള് പിന്നെയും തൂങ്ങുന്നു കേട്ടിട്ടുണ്ട്. ചിലര് അതിനു മുമ്പ് പ്രാർത്ഥിക്കും അത്രേ. അങ്ങനെയുള്ള ഉദ്ദേശമൊന്നും ഇല്ല ഇപ്പൊ കണ്ട പ്രാർത്ഥനയ്ക്ക്. അല്ല, തൂങ്ങി മരിച്ച ഒരാളെ ദഹിപ്പിക്കാൻ സാധാരണ എത്ര സമയം എടുക്കും? അതിപ്പോ തൂങ്ങാതെ മരിച്ച ഒരാളെ ദഹിപ്പിക്കാൻ എത്ര സമയം എടുക്കും? അത്ര സമയം എടുക്കും. തൂങ്ങിയതുകൊണ്ട് തൂങ്ങുന്ന മനുഷ്യന് ഒരു വലിയ ആനയെന്നായി മാറില്ലല്ലോ. എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? സത്യം പറഞ്ഞാൽ താൻ തൂങ്ങാതെ രക്ഷപ്പെട്ട നന്നായി. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വിളക്കും കത്തിച്ച് ചാവടിയിലെ പൂമുഖത്തെ കിടത്തിയ ഒരൊറ്റ മനുഷ്യൻ പോലും കരയാണ്ടാവില്ലെന്ന് ഈ 5-6 മണിക്കൂർ നേരത്തെ അന്വേഷണം കൊണ്ട് എനിക്ക് വ്യക്തമായി. ആകെ ഒരു മുത്തശ്ശി കാണും.
അതൊന്നും നന്നായിട്ട് കരഞ്ഞാ അതിന്റെയും കാറ്റ് പോവും. നെഞ്ചത്തടിച്ച് നിലവിളിക്കാൻ കുറെ ആൾക്കാരില്ലാതെ പിന്നെന്ത് മരണോടോ? അതിലും ഭേദം മരിക്കാതിരിക്കുന്ന. ഇനി ഞാൻ മരിക്കുമ്പോ ഒരുപാട് പേര് കരയാനുണ്ടാവുന്ന പറയണേ. ഉണ്ടാവും, ഒരുപാട് പേര് കരയാനുണ്ടാവും. ഈ നാട് മുഴുവനും ഉണ്ടാവും. എന്താ സംശയം ഉണ്ടോ? ഇന്നലെ രാത്രി മുത്തശ്ശി ഉറങ്ങുമ്പോഴാണ് ഞാൻ മരിക്കാൻ തീരുമാനിച്ചത്. മുത്തശ്ശിയുടെ കാല് പിടിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു. എപ്പോ കരയുമ്പോഴും രക്ഷിക്കാൻ ഒരാള് വരുമെന്ന് പറഞ്ഞ മുത്തശ്ശി എന്നെ സമാധാനിപ്പിക്കാം. എന്തേ ആരും വരാത്തെന്ന് ഉറങ്ങുന്ന മുത്തശ്ശിയോട് ഞാൻ ചോദിച്ചു. രക്ഷിക്കാൻ വരുന്നത് മരണമാണെന്ന് മുത്തശ്ശി പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. മുത്തശ്ശിയുടെ പ്രാർത്ഥന പോലെ ആരോ വന്ന് കയറുന്ന ഞാനും കരുതിയുള്ളൂ. പക്ഷെ ഇപ്പോ എന്നെ രക്ഷിക്കാനുള്ള ഈ ഒരുക്കങ്ങളൊക്കെ കാണുമ്പോ, എല്ലാവരും അനുഭവിക്കുന്ന ഈ വിഷമങ്ങളൊക്കെ കാണുമ്പോ എന്താ ഈ കാൽക്കൽ വീഴാൻ കഴിയാത്തെന്ന് ഞാൻ മുത്തശ്ശിയോട് ചോദിക്കായിരുന്നു. മതി, ഇത്രയും മതി. ഇനി പറയണ്ട, ഒന്നും പറയണ്ട. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ദാവണി പൊക്കി പിടിച്ച് ചിന്നക്കുറുപ്പ് സ്റ്റേഷനിൽ വന്നു. ചന്ദ്രപ്പൻ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതി. ചന്ദ്രപ്പനെ അങ്ങ് പൊക്കിയാലോ? ഓ പൊക്ക ചെറിയ പൊക്കിയിട്ട് താഴത്ത് വെക്കാൻ പറ്റിയില്ലെങ്കിൽ കാറ്റ് മാറി വീശും. കാറ്റ് മാറി വീശാൻ ഞാൻ നാട്ടുകാരെ കൊണ്ട് തടയിടും. ചെറിയ ധൈര്യമായിട്ട് പൊക്ക്. ചന്ദ്രപ്പനെ പെട്ടിന്നിറക്കി വീട്ടിൽ കൊണ്ടുവന്ന ശേഷം തുമ്പശ്ശേരി കുറുപ്പ് ഇതുവരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്ത് പ്രശ്നം? അത് അന്വേഷിക്കാൻ പോയ പണിക്കരിയും കാണാനില്ല, നളിനാക്ഷനെയും കാണാനില്ല. അതെന്തുപറ്റി? തുമ്പശ്ശേരി കുറുപ്പിന്റെ ഭാര്യയ്ക്ക് ഭ്രാന്തായിന്നാ കേട്ടത്. വത്സലേ, ഡീ തുറക്കടി വാതില്. ചന്ദ്രപ്പ, ജനാർദ്ദന, ഒരുത്തരും കാണാനില്ലല്ലോ. എല്ലാം പോയി ചത്തോ? എടി വാതിൽ തുറക്കാൻ. നിന്നോട് തുറക്കാനാ പറഞ്ഞത്. തുറക്കാൻ. എന്തടാ കുറുപ്പേ, നിനക്ക് എന്താ അടി പറ്റിയത്? സകല നെട്ട് ഒറ്റ രാത്രിയോട് ലൂസായോ? എല്ലാം ഒന്നുകൂടി ടൈറ്റായി. അകത്ത് പൂജ നടക്കുക. വാതിൽ തട്ടി ബഹളം വെച്ച നിങ്ങളുടെ സകല നട്ട് ഞാൻ അഴിച്ചിടും. വാതിലടച്ച് പൂജ നടത്താൻ നീ ആരാടി? തോന്നിയ ദിവസം കാണിച്ചാൽ വെടിവെച്ച് കൊല്ലും ഞാൻ. തന്റെ വെടി എന്റെ നെഞ്ചത്ത് വരുന്നതിന് മുമ്പ് താനാവിയായി ആകാശത്ത് കിടക്കും. ഒരുത്തനെ ഞാൻ ഇപ്പൊ ഇവിടെ ഓടിച്ചിട്ടേ ഉള്ളൂ. ഞാൻ പറയുന്നത് വിശ്വസിച്ചോ? ഇന്നലെ രാത്രി തുമ്പശ്ശേരി കുറുപ്പിനെ പട്ടിക്കൂട്ടിൽ ഉറക്കിയതും ജനാർദ്ദന കുറുപ്പിനെ കുളിമുറിയിൽ കിടത്തിയതും ചന്ദ്രപ്പനെ പെട്ടിയിൽ അടച്ചതും മറ്റാരുമല്ല, ശൈവഭൂതങ്ങൾ. ശൈവഭൂതങ്ങൾ ഒന്നും രണ്ടുമല്ല, 10,000 ഭൂതങ്ങൾ. ഇനി എത്ര എണ്ണം വരാൻ കിടക്കുന്നു എന്ന് ദൈവത്തിനും നാരായണമാഷക്കും മാത്രമേ അറിയൂ. കുറുപ്പ് പോ. ദൈവമേ, അവള് ഫ്യൂസായി. അയ്യോ അയ്യോ. അയ്യോ മുതലാളി, ഞാനാ കാര്യസ്ഥൻ രാമക്കുറുപ്പ്. ഏത് കുറുപ്പ് അവിടെ? വിളിച്ചു കൂവരുന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കുറുപ്പേ, കുറുപ്പേ, തന്നെയല്ലോ ഞാനോട് ഓടിച്ചത്. അകത്ത് പൂജ നടക്കാൻ പറഞ്ഞൂടെ? ഈ സമയത്ത് ഒരു പൂജ ഞാൻ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷിച്ച പ്രതീക്ഷ പലതും പ്രതീക്ഷയല്ലാതാവും. ആ ഇപ്പോഴത് മനസ്സിലായി. ഇനി പ്രതീക്ഷിക്കൂല. പ്രസാദം വാങ്ങിച്ചോളൂ. ഓം നമ ശിവായ. അയ്യോ മുതലാളി, ഇത് കണ്ടോ? വെള്ളം വെട്ടിത്തിളച്ചു പോയടാ. എന്തൊക്കെയോ ഉരുണ്ട് വീഴുന്നുണ്ടല്ലോ. ഭൂമി കുലുക്കുന്നുണ്ടോ? എന്ത് കുലുക്കം? പെട്ടിക്കിടന്ന് നിനക്ക് ഭ്രാന്തായോ?
വല്ലാത്ത ചൂട്. ഞാൻ പോയി തണുത്തോളം കൊണ്ടുവരാം. നീ പേടിക്കാണ് കേടാ. അയ്യോ 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 തണുത്ത വെള്ളം. ഇതാരോ നമ്മുടെ കഴുത്തിൽ ഊരാക്കൂട് കിട്ടതാ. ശൈവഭൂതങ്ങളാണെന്നാ അവള് പറഞ്ഞത്. ഭൂതങ്ങളൊക്കെ പണ്ടല്ലേ, ഇപ്പോഴത്തെ കാലത്ത് നമ്മളൊക്കെ തന്നെയല്ലേ ഭൂതങ്ങൾ. ആ പെണ്ണെവിടെ? ചിന്നക്കുറുപ്പിനെ കാര്യമായിട്ടൊന്ന് പുഴുങ്ങാതെ ചന്ദ്രപ്പൻ ആ പെണ്ണിനെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പെട്ടിയിൽ കയറിയതും അളിയൻ പട്ടിക്കൂട്ടിലായതും പിന്നെ സഹിക്കാം. ആര് വിചാരിച്ചാലും പ്രാന്താവാത്ത ഏടത്തേക്ക് എങ്ങനെ പ്രാന്തായത് എനിക്കതാ മനസ്സിലാവാത്തത്. മുതലാളിക്ക് ദേഷ്യം പിടിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഇതുപോലെ തന്നെ ആ നാരായണ മാഷ വീട്ടിലും കള്ളം കയറിയത്. അന്ന് അവിടെ നിന്ന് കിട്ടിയത് ഒരു ലുങ്കി, ഇന്ന് ഇവിടെ നിന്ന് കിട്ടിയ ഒരു ധാവണി. ആ ഒരു വ്യത്യാസം മാറ്റി വെച്ചാ രണ്ട് സ്ഥലത്ത് കയറിയത് ഒരേ കള്ളല, സംശയമില്ല. സംശയമില്ല. പക്ഷെ ആ പെണ്ണെവിടെ? ആ ഇൻസ്പെക്ടർ മുഹമ്മദ് പാറക്കൽ, താനാണോ ചന്ദ്രപ്പൻ? ഞാനല്ല, ഇവനാണ്. ഞാനല്ല അവൻ. ഇങ്ങോട്ട് വാ, കേറ് ജീപ്പില്. അവനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ കുറുപ്പേ. ഇവനോട് ചിന്നക്കുറുപ്പിന്റെ ഏട്ടന്റെ മോൾ എവിടാണെന്ന് പറയാൻ പറ. AC ജീപ്പാണ്, പടിയുണ്ട്, സൂക്ഷിക്കണേ. ഇവര് കല്യാണം നിശ്ചയിച്ച പെണ്ണാ അവള്. ഈ തൊപ്പി വെച്ച് എന്നുമ്പിൽ തമാശ കളിക്കരുത്. ഞാൻ മൂർഖനാ, കരിമൂർഖൻ. അപ്പൊ ഈ കാണുന്നതാണോ മോലാലിയുടെ പത്തി? അതോ ഇനി വേറെ ഉണ്ടോ? നോക്കി നിൽക്കാതെ ഇവനെ ജീപ്പിലേക്ക് എടുത്ത് മുതലാളി ഒരുപക്ഷെ ഈ നാട്ടിലെ വലിയ പുള്ളിയായിരിക്കും. അങ്ങ് തിരുവനന്തപുരം വരെയും ഡൽഹി വരെയും ഒക്കെ കൈയും കാലും നീണ്ടു നിവർന്നങ്ങനെ കിടക്കുന്നുണ്ടാവും. എന്ന് വെച്ച് അതങ്ങാനും എടുത്ത് യൂണിഫോമിൽ തൊട്ടാലുണ്ടല്ലോ. വേഷം കൊണ്ട് ഞാനൊരു ഇൻസ്പെക്ടറാ, പക്ഷെ ദേഷ്യമെന്ന തനി ഐജിയാ. ഇതിലും വലിയ വേഷങ്ങൾ കിട്ടിയ അലോട്ടപ്പന്മാർ എന്റെ കയ്യിലുണ്ടോ? ഒന്ന് കറക്കുകയേ വേണ്ടൂ. പൊതിഞ്ഞു കെട്ടി സ്ഥലം വിടാൻ തിരുവനന്തപുരത്ത് ഓർഡർ വരും. അത് ഞാൻ വരുത്തി കാണിക്കണോ? നീ ഇറങ്ങി പോഴ ചന്ദ്രപ്പ. ഇൻസ്പെക്ടർമാൻ ഇപ്പോഴാ കാര്യം മനസ്സിലായത്. ചന്ദ്രപ്പ പോലെ പ്ലീസ്. ഇവിടുന്ന് തിരുവനന്തപുരത്തോട്ട് ഒരു STD വിളിച്ച് അവിടുന്ന് ഇങ്ങോട്ടൊരു STD വരാൻ ഏകദേശം എന്ത് സമയം എടുക്കും? ലൈൻ കിട്ടിയ ഒരു 30-35 സാർ. ലൈൻ കിട്ടിയ ഒരു 30-35 മിനിറ്റ് എടുക്കും സാർ. അതുവരെ നമുക്ക് വേണേ പൊരിച്ചൂടെ?